ഈ കാണുന്ന കുന്നിൻ്റെ നിരകളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടി കാഴ്ചയിൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ ചെടിയായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് പൈനാപ്പിൾ തൈ ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ തൊട്ട് കാണുന്നത് വൈദ്യുതി ലൈനാണ്. ഈ കാണുന്നത് വൈദ്യുതി ലൈനാണ്. ഈ ഭാഗത്ത് ധാരാളം ആനകൾ നിരന്തരം വന്നു പോകുന്ന പ്രദേശമാണ്. വന്നു പോകുന്ന പ്രദേശമല്ല, ആനകൾ താവളമാണ് ഇതൊക്കെ, മനസ്സിലായോ? അപ്പോൾ പിന്നെ തോട്ടം തൊഴിലാളികൾക്കും തോട്ടത്തിനൊക്കെ കൃഷിക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കണം വൈദ്യുതി ലൈൻ വിട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. പൈനാപ്പിൾ കൃഷി കാണാവോ? എസ്റ്റേറ്റ്, പൈനാപ്പിൾ എസ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഇത് കൊല്ലം ജില്ലയിലാണ് ഈ പൈനാപ്പിൾ എസ്റ്റേറ്റ്. പിന്നെ നമുക്ക് കാണണമെങ്കിൽ ഈ അടുത്ത ഈ മറ്റുള്ള ഈ മധ്യ തിരുവിതാംകൂറിൽ കാണണമെങ്കിൽ കോട്ടയം ജില്ലയിലുണ്ടാവും പൈനാപ്പിൾ. അതെ, കോട്ടയം ജില്ലയിൽ ധാരാളം പൈനാപ്പിൾ കൃഷിയുണ്ട്. റബ്ബറും പൈനാപ്പിൾ കൃഷി ധാരാളമുണ്ട്. നോക്കത്താ ദൂരത്തേക്ക് കാണുന്ന കൃഷി മൊത്തം പൈനാപ്പിളാണ്. പൈനാപ്പിൾ എസ്റ്റേറ്റ് മലനിരകളാണ് നമ്മുടെ ദീപം FIS ചാനലിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ കടത്താൻ ഭയമാണ്, കാരണം കരണ്ടോ വല്ലതും ഉണ്ടെങ്കിൽ എങ്കിലും നോക്കാം. എങ്കിലും ഉണ്ടാവാൻ സാധ്യതയില്ല, എങ്കിലും നോക്കാം. കാണാവോ പ്രേക്ഷകർ? കാണാവോ പൈനാപ്പിൾ കൃഷി? ചാനലിലൂടെ കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു തൈയായിട്ടേ കാണുകയുള്ളൂ. ഒരു പച്ചപ്പ് പുതച്ച ഒരു മലനിരകൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചാനലിലൂടെ കാണുമ്പം. പക്ഷേ യഥാർത്ഥത്തിൽ പ്യൂർ പച്ചപ്പല്ല, പുല്ലിൻ്റെ പച്ചപ്പല്ല. പുല്ലിൻ്റെ പച്ചപ്പ് കണ്ടോ? അതിൻ്റെ മുകളിൽ കാണാവോ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്രീൻ? അതല്ല ഈ സംഭവം. ഇത് വല്ലാത്തൊരു ഡാർക്ക് പച്ച തന്നെയാണ്. പൈനാപ്പിളിൻ്റെ കൃഷിയിടമാണ് ഈ കാണുന്നത്. അങ്ങേയറ്റം കാണുന്ന ആ കുന്നിൻ്റെ മണ്ട മുതൽ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ മുഴുവനും കംപ്ലീറ്റായിട്ട് പൈനാപ്പിൾ തൈ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് നോക്കത്താ ദൂരത്തേക്ക്. കൂടാതെ ഇങ്ങനെ നേരെ മുമ്പിൽ കാണുന്ന പുല്ലുകളൊക്കെ തെളിയിച്ച് പൈനാപ്പിൾ കൃഷി അങ്ങ് മണ്ട വരെ, അതായത് കുന്നിൻ്റെ മുകളിൽ വരെ എത്തിക്കുന്ന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുകയില്ല. എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങ് ദൂരെ ജീവനക്കാർ ഇങ്ങനെ ഒരു കടുകിൻ്റെ വലിപ്പത്തിൽ നമുക്ക് മനുഷ്യൻ അവിടെ പണിയെടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചാനലിലൂടെ അത് ക്ലിയറായിട്ട് കിട്ടി വ്യക്തമായി കാണാൻ സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ എങ്കിലും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. മറ്റൊരു കൃഷിയിടത്തു നിന്നും പൂർണ്ണ വളർച്ചയെത്തിയ കൈതച്ചക്കകൾ വിളവെടുത്ത് വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ. പണിക്കാർ ഉച്ചസമയമായതിനാൽ പണിക്കാർ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. കൈതച്ചക്ക ലോഡ് ചെയ്ത ഭാഗമാണ് വീഡിയോ ദൃശ്യങ്ങളിൽ. എന്തായാലും പൈനാപ്പിൾ കൃഷിയിടത്തു നിന്നുള്ള ദീപം FIS ചാനലിൻ്റെ പരിപാടി ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്, ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാന്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.